എന്ത് തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കും സന്ദീപ് വാര്യർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം? അതായത് അദ്ദേഹത്തെ അത്രത്തോളം അവഗണിച്ചിട്ട് ആകുമോ, എന്താണ് കാര്യമെന്ന് തോന്നുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക. 2015, 2016, അതായത് ഏതാണ്ട് 2020 കാലത്തൊന്നും അത്ര ലൈം ലൈറ്റിലൊന്നും എത്തി തുടങ്ങിയിട്ടില്ലാത്ത ആളാണ്. പെട്ടെന്നൊരു വളർച്ചയായിരുന്നു. സ്വാഭാവികമായിട്ട് സന്ദീപ് വാര്യർ നന്നായി സംസാരിക്കുന്ന ആളാണ്. നമ്മൾ ആ ഒരു കാര്യത്തിലൊന്നും ആളെ കുറച്ച് കാണുന്നത് നന്നായി കിട്ടുന്ന ഡേറ്റ നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് ചാനലുകളിൽ നന്നായി പ്രസന്റ് ചെയ്യുന്ന ആളാണ് സന്ദീപ് വാര്യർ. പക്ഷേ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഉദാഹരണത്തിന് ഈ ഒരു തിരഞ്ഞെടുപ്പ് നോക്കുക. ഈ തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് കൃഷ്ണകുമാറിനെ പോലെ ഒരു താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന അവിടുത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരിചയമുള്ള VSനെ പോലെ ഒരാളോട് തീരെ ചെറുപ്രായത്തിൽ, വളരെ ചെറുപ്രായത്തിൽ മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്ന് അന്ന് പലരും മലമ്പുഴയിൽ അതൊരു അത്ഭുതം എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പ്രകടനം നടത്തിയ സംഘടനാ പാരമ്പര്യമുള്ള, ആ രീതിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു നേതാവുമായിട്ട് ഏത് രീതിയിലാണ് ഇതുപോലൊരു തിരഞ്ഞെടുപ്പിൽ, അതായത് BJPക്ക് നല്ല സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ ഏത് രീതിയിൽ മത്സരിപ്പിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും സ്ഥാനമോഹം ഉണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന് മാസ് ഹിന്ദു ലീഡർ ആകണം, എല്ലാവരും ഇത് എന്നെ സുഡാപ്പികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അതും സുഡാപ്പികളെന്നൊന്നുമല്ല ആ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത്, എന്നെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ചേർന്ന് ആക്രമിക്കുന്നു, ഇത് ഇപ്പോൾ പോലീസ് ഉണ്ട്, നിങ്ങൾ ഈ പോസ്റ്റ് വെളിയിലിടൂ, എനിക്ക് മാസ് ഹിന്ദു ലീഡർ ആകണം. അതായത് അംബിഷൻ. ഈ സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സിൽ ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല, കഴിവുണ്ട്, പക്ഷെ ഓവർ അംബിഷ്യസ് ആണ്. BJP കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്ക് വളർന്നു വരാനുള്ള മാർഗങ്ങൾ നൽകി, അയാളുടെ കഴിവിനനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് കൃഷ്ണകുമാറിന് കൂടുതൽ കഴിവുള്ളത് താഴേക്കിടയിൽ ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കാനുള്ള കഴിവാണെങ്കിൽ, സന്ദീപ് വാര്യർക്ക് അതുള്ളത് ചാനലുകളിൽ പോയിട്ട് ചർച്ച ചെയ്യാനാണ്. അതിനുള്ള അവസരം BJP കൊടുത്തു. അതിലൂടെയാണ് സന്ദീപ് വാര്യർ വളർന്നു വന്നത്. വളർന്ന് ഒരു അവസരത്തിലെത്തി. അതിനുശേഷവും കൂടുതൽ അംബീഷ്യസായി, ഓവർ അംബീഷ്യസായി. അംബീഷ്യസ് ആകുക എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ്, പക്ഷെ ഓവർ അംബീഷ്യസ് ആകുക ഒരിക്കലും നല്ല ക്വാളിറ്റി അല്ല. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ഒരു സമയത്ത് സന്ദീപ് വാര്യർ ഫോർ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അദ്ദേഹം ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല സന്ദീപ് വാര്യർ BJPക്ക് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കുറച്ച് നേരത്തെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ലോട്ടസ് ക്ലബ്ബ് അങ്ങനെ തുടങ്ങിയ. അതെ അതെ 2013, അതെ അതെ ആ കാലഘട്ടത്തിൽ ലോട്ടസ് ക്ലബ്ബ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന അതെ അതെ ഈ മാറ്റങ്ങൾ ചിലപ്പോൾ നേരത്തെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതായത് ഓവർ അംബീഷ്യസ് ആണ് അദ്ദേഹം. അതെ അതെ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്ന, അതായത് തൊട്ടു മുന്നേ പറഞ്ഞതിനും തീർത്തും വിരുദ്ധമായിട്ട്, അതായത് സാധാരണ നമ്മളൊക്കെ കൂറുമാറുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ മാറുന്ന ആളുകൾ കുറച്ച് കാലങ്ങളൊക്കെ ഒന്ന് സാധാരണ, അതായത് തൊട്ട് തലേന്ന് പറയുന്ന കാര്യങ്ങൾ പിറ്റേന്ന് നേരെ, അതായത് അത്രത്തോളം 180 ഡിഗ്രി തിരിഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്കാണ് സന്ദീപ് വാര്യർ മാറിയത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഇനി കോൺഗ്രസ്സിൽ ഈ സന്ദീപ് വാര്യർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കോൺഗ്രസിൽ നമ്മൾ ഓൾറെഡി കണ്ടു, സന്ദീപ് വാര്യർ അംബീഷ്യസ് ആണ്, ഓവർ അംബീഷ്യസ് ആണ്, അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ശ്രമിച്ചതെന്ന്. കോൺഗ്രസ് ഓവർ അംബീഷ്യസ് ആയ ഒരുപാട് മനുഷ്യരുടെ ഒരു കൂട്ടമാണ്. അവിടെ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നെനിക്കറിയില്ല. ഇന്ന് ഇപ്പം ഒരു കരിയർ പൊളിറ്റീഷ്യൻ, ഒരു കരിയർ പൊളിറ്റീഷ്യനെ എടുത്താൽ ഇന്ത്യയിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പാർട്ടി BJP ആണ്. ആ BJPയിൽ തന്നെ അതായത് സാധ്യതകൾ ഉണ്ടായിട്ടും അവസരങ്ങൾ കിട്ടിയിട്ടും മുൻപോട്ട് വരാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും പുറത്തിപ്പം ഉദാഹരണത്തിന് ഏത് രീതിയിലായിക്കോട്ടെ, സന്ദീപ് വാര്യർക്ക് BJP നേതാക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കോട്ടെ, ഈ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് മുൻപോട്ട് വന്ന് വിജയിക്കുന്ന ആളാണല്ലോ സ്വാഭാവികമായിട്ടും ലീഡർ ആവുക, മുന്നിൽ വന്ന് ഏത് രീതിയിലും വിജയിക്കും. നമ്മൾ ഏത് പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം പിണറായി വിജയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആന്റണി ആയിക്കോട്ടെ, അങ്ങനെ വിജയിച്ച് മുന്നിൽ വന്നിട്ടുള്ള ഏത് നേതാവ് ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന്
തന്നെ എതിർത്ത് ഉൾപാർട്ടി ജനാധിപത്യമാകാം, ഉൾപാർട്ടി ഗ്രൂപ്പീസ് ആകാം, ഏത് പേരിട്ട് വിളിച്ചാലും ആ ഒരു സിറ്റുവേഷനിൽ ജയിച്ച് മുന്നോട്ട് വന്ന ആളാണല്ലോ. ഇതിപ്പോൾ സന്ദീപ് വാര്യർ തോറ്റു പുറത്തു പോകുന്ന ആളാണ്. ആ BJP-യിൽ, അതായത് മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന, ജനാധിപത്യത്തിന് കൂടുതൽ സാധ്യതയുള്ള ഒരു കരിയർ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു നിസ്വാർത്ഥനായ പൊളിറ്റീഷ്യനോ ഏത് രീതിയിലെടുത്താൽ, ഒരു ചായക്കടക്കാരനോ ഒരു സാധാരണ മനുഷ്യനോ ഒക്കെ പ്രധാനമന്ത്രി ആകാൻ മാത്രം പറ്റുന്ന ഇന്നൊരൊറ്റ പാർട്ടിയേ ഉള്ളൂ. അവിടെ തോറ്റുപോയ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചെന്നിട്ട് എന്തെങ്കിലും ആകും എന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. ആകെ സംഭവിക്കാൻ സാധ്യതയുള്ളത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സന്ദീപ് വാര്യർ BJP-യിലേക്ക് വരാം. ഒരുപക്ഷെ അതിനു മുമ്പ് ഒരു തവണ CPM-ലേക്കോ മറ്റൊന്ന് ചാടാൻ ശ്രമിച്ചേക്കാം. അതിനപ്പുറം സന്ദീപ് വാര്യർക്ക് ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.